കുരുക്ഷേത്ര ഭൂമിയിലെ കൃഷ്ണനും അർജുനനും പോലെ മോദിയും നിതീഷും. അതായത് നരേന്ദ്രമോദിയും നിതീഷും ഗീതോപദേശം പങ്കുവച്ചും തേര് തെളിച്ചും അവർ മുന്നോട്ട് കുതിക്കുമ്പോൾ ഇവിടെ തെറ്റായ വോട്ട് ചോരി ഉപദേശം കൊടുത്ത് പിന്നോട്ട് വലിക്കാൻ നോക്കിയെങ്കിലും RJD ഒറ്റയ്ക്ക് ആ തേര് RJDയുടെ തേജസ്വി യാദവ് എന്ന കർണൻ എല്ലാ സാഹചര്യങ്ങളും എതിരായിട്ടും എല്ലാ വാഗ്ദാനങ്ങളും കൊടുത്തിട്ടും കൃത്യമായി തന്റെ രാഷ്ട്രീയ ആശയങ്ങളെ തെളിയിച്ചിട്ടും ശക്തമായി പ്രതിരോധം തീർത്തിട്ടും ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു കർണനെ പോലെ പോരാടുന്ന കാഴ്ച. BJPയും JDയും 50 കടന്നിരിക്കുന്നു. 51-50 എന്ന നിലയാണ്. 103 NDA RJD 71-ലേക്ക്. നോക്കൂ, അപ്പോഴും തേജസ്വി യാദവിന്റെ പെർഫോമൻസ് നമ്മൾ പറയണം. പക്ഷേ കാനൽ ഒരു തരിയാണെങ്കിലും നമ്മൾ പറയണം CPIയുടെ ലീഡ് തുടരുന്നുണ്ട്. ഇടത് ലീഡ് അവിടെ തന്നെ തുടരുന്നുണ്ട്. കോൺഗ്രസിന്റെ പെർഫോമൻസ് ആണ് രണ്ടക്കം കടക്കാതെ പോകുന്നത്. 105-78. ഇപ്പോൾ കോൺഗ്രസ് 8-ലേക്ക് നില വെച്ച RJD 60-69. വീണ്ടും നില മാറുന്നു. NDAക്ക് അനുകൂലമായി മാറുന്നു. 20 സീറ്റുകൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ മൂന്നാമത്തെ റൗണ്ടിലേക്ക്. 105-78 105 NDA. BJPയും JDയും തമ്മിൽ ചെറിയ വ്യത്യാസം 52-51. അതെ, ഈ മത്സരത്തിൽ തേജസ്വി യാദവ്, നിതീഷ് കുമാർ രണ്ട് തലമുറകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ രണ്ട് പഴയ പടക്കുതിരകൾ മോദിയും നിതീഷും നെഞ്ചുവിരിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് ഇതാ ചെങ്കൂറ്റത്തോടുകൂടി ഒരു ചെറുപ്പക്കാരൻ വരുന്നു. പേര് തേജസ്വി യാദവ്. തേജസ്വി യാദവിന്റെ ഒറ്റയാൾ പ്രകടനത്തിൽ ഇതാ മഹാഗഠബന്ധനും മുന്നോട്ട് തന്നെ. പക്ഷേ എന്നാൽ ആ മഹാഗഠബന്ധന് പിന്തുണ കൊടുക്കേണ്ട കോൺഗ്രസിന്റെ ദയനീയമായ പെർഫോമൻസ് തേജസ്വിയെ പിന്നിലേക്കാക്കുന്നു. മഹാഗഠബന്ധൻ BJPക്ക് 52-51, JDയുന് 51. നിതീഷ് കുമാറിന്റെ ഭീഷണിയാണ് BJP എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അതായത് നരേന്ദ്രമോദിയും നിതീഷും മുഖാമുഖം പറയുന്നു നൻപൻഡ, പക്ഷേ അപ്പുറത്തെ നൻപൻ അത്ര നമ്പാൻ കൊള്ളാത്ത. 75-ലേക്ക് കുറിച്ചിരുന്ന RJD 69-ലേക്ക് താഴുന്നുണ്ട്. ഇപ്പോ 53-52 105-78. അപ്പോഴും ഏറ്റവും വലിയ ഒറ്റകക്ഷി അപ്പോഴും RJD ആണ്. അപ്പോഴും നിതീഷ് കുമാർ ഇനി RJDക്കൊപ്പം ചേർന്നാലോ? എന്താണ് കഥ? കഥ മാറാനുള്ള ഒരു പ്ലോട്ട് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വോട്ട് ചോരി എന്ത് ചെയ്യും? അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആശയം അവിടെ ഇല്ല. അതുകൊണ്ടാണ് നിതീഷ് കാര്യമായിട്ട് തേജസ്വി യാദവ് അതിൽ പിടിക്കാതെ പോയത്. വോട്ട് ചോരി ചോരിയിൽ തേജസ്വി പിടിച്ചതേ അല്ല. ബീഹാറിലെ ഗ്രാമങ്ങളുടെ പൾസ് എന്താണ്, നഗരങ്ങളുടെ പൾസ് എന്താണെന്ന് തേജസ്വിക്ക് അറിയാം, രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. വീണ്ടും നില മെച്ചപ്പെടുത്തുന്നു. 108 ഇടങ്ങളിലേക്ക് NDAയുടെ കുതിപ്പ്. 108 ഇടങ്ങളിൽ 75-ലേക്ക് മഹാഗഠബന്ധൻ 68 കുറഞ്ഞു വരുന്നു. 66-ലേക്ക് BJP JDU നോക്കൂ 53-53. മനോഹരമായ കാഴ്ച. ആരാണ് ശക്തനെന്ന് പറയാൻ ശക്തിയല്ല, അവർ ഒന്നിച്ചാണ് തോളോട് ചേർന്ന ചങ്ങാതികൾ. 75-നോടൊപ്പം അവർ 101-ൽ മത്സരിച്ചു. 101 മത്സരിച്ചു. 53 ലീഡ് ചെയ്യുന്നു. ഇപ്പൊ നിതീഷ് കുമാർ മഹാഗഠബന്ധനിൽ വന്നാൽ പോലും സർക്കാർ ഉണ്ടാവും. 75 അങ്ങനെയൊക്കെ ആശിക്കാം. സംഭവിച്ചിട്ടുണ്ട്. പാൽത്തൂറാം എന്നല്ലേ സംഭവിച്ചത് ആദ്യം. എപ്പോഴും അങ്ങനെയാ സംഭവിച്ചത്. 2014 സംഭവിച്ചു, 2022 സംഭവിച്ചു, ഇനിയും 2017 സംഭവിച്ചു. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ മനോഹരമായ കണക്കാണ് RJDയെ സംബന്ധിച്ച്. RJDയുടെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ തവണത്തെ പ്രകടനം. ഇപ്പോൾ EVM അട്ടിമറി പറയാൻ കഴിയുമോ? വോട്ട് ചോരി പറയാൻ ഏകപക്ഷീയമായ മുന്നേറ്റം പറയാനില്ലാത്തതുകൊണ്ട്. അതെ, ഏകപക്ഷീയമായ മുന്നേറ്റമല്ല, ഒരു കടുത്ത മത്സരം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വോട്ട് ചോരിക്കൊക്കെ പുതിയ തലങ്ങളും പുതിയ കാൽക്കുലേഷനും ഒക്കെ ഉണ്ടാകാമല്ലോ. വോട്ട് ചോരിയൊക്കെ നടന്നതിന്റെ കണക്കുകൾ അടുത്തതായി B ഫയൽസ് ഉണ്ടാക്കുകയായിരിക്കും രാഹുൽ ഗാന്ധി. അല്ല, പക്ഷേ അത് തള്ളി പറയാൻ പറ്റില്ല. ഹരിയാന ഫയൽസിൽ നിന്നും കൃത്യമായ മറുപടി ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ മാറുന്നു. 110-75 കേവല ഭൂരിപക്ഷത്തിലേക്ക് 12 സീറ്റിന്റെ അടുക്കുന്നു. 110-ലേക്ക് NDA അടുക്കുകയാണ്. 75 സീറ്റുമായിട്ട് മഹാഗഠബന്ധൻ കിതയ്ക്കുകയാണ്. ഈ മഹാഗഠബന്ധൻ കിതയ്ക്കുന്നതിന്റെ കാരണം കുതിപ്പ് തുടർന്ന തേജസ്വി യാദവിന് പിന്തുണ കൊടുക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു. രാഹുലിന്റെ കൈകൾക്ക് ശേഷിയില്ലാതാവുന്നു. മഹാഗഠബന്ധൻ എന്നുള്ള ഒരു വലിയ സഖ്യം പിന്നിലാകുന്നതിന്റെ ഒരു കാരണം കോൺഗ്രസിന്റെ ദൗർബല്യമാണ്. കോൺഗ്രസ് 8 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങുന്നു ഇപ്പോഴത്തെ സൂചനയിൽ.